ഇസ്ലാം മാനവികതയ്ക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് മറിച്ച് ലോകാന്തരം വരെയുള്ള മാനവകുലത്തിൽ മുഴുവൻ സന്മാർഗ രൂപമാണ് ഇസ്ലാം. ബ്രിട്ടൻ, റഷ്യ, ചൈന എന്നിവിടങ്ങളിലെ ക്യാമ്പസുകളിൽ പോലും ഇസ്ലാം ചർച്ചാ വിഷയമാണ്. السلام عليكم ورحمة الله تعالى وبركاته. لست أريد أن أخطب أمامكم خطبة طويلة، إني أريد أن أتكلم كلمتين عن أهمية الأخوة الإسلامية. الناس كلهم إخوة، وهم أن دينهم وعقائدهم واحد. قال تعالى: إنما المؤمنون إخوة، وهذه هي إخوة الإيمان والإسلام. أيها السامعون الكرام، إن نبينا محمدا صلى الله عليه وسلم എന്നെ കുട്ടിയെ ഏത് രീതിയിൽ വളർത്തണമെന്ന് മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മുടെ കടമയാണ് എന്ന് മനസ്സിലാക്കി. അതിലേക്ക് മുഴുവനും സ്വർഗത്തിൽ കടക്കുന്നു. എന്റെ എല്ലാ ഉമ്മത്തുകളും സ്വർഗത്തിൽ കടക്കുന്നതാണ് എന്ന് പറഞ്ഞ ഈ വാക്ക് കേട്ടപ്പോൾ അബൂ ഹുറൈറ പറയുകയാണ്, ഞങ്ങൾക്കൊന്ന് ചാടിക്കളയാൻ വേണ്ടി തോന്നി. അത്രയേറെ സന്തോഷമായി നബി ആ വാക്ക് പറയുന്നത് കേട്ടപ്പോൾ അലൈഹി വസല്ലമ കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ മൻ അബാ ഒഴിച്ചിട്ട് എന്ന് പറയുന്നു. സ്വർഗത്തിൽ എന്റെ ഉമ്മത്തികളെ കടക്കുകയാണ്, പക്ഷേ അതിൽ നിന്ന് ചിലരെ ഒഴിവാക്കിയിരിക്കുകയാണ്. മൻ അബ എന്റെ ഉമ്മത്തിൽ നിന്ന് ചിലരെ ഒഴിവാക്കിയിരിക്കുകയാണ്. ആ ഒഴിവാക്കിയ മൻ അബ ആരാണ്? മൻ അബ ആരാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റാത്ത ഈ മൻ അബ ആരാണ് എന്ന് മഹാനായ നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി അതാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അഫാ. മൻ അതാഅനി എന്നെ ആരെങ്കിലും അനുസരിച്ചാൽ അതാഅനി എന്നെ ഒരാൾ വഴിപ്പെട്ടാൽ ദഖലൽ ജന്ന അവൻ സ്വർഗത്തിൽ കടക്കുന്നു. വമൻ അസ്വാനി വല്ലവരും എന്നോട് മാറ് കാണിക്കുകയാണെങ്കിൽ, എതിര് കാണിക്കുകയാണെങ്കിൽ ഫഖദ് അബാ എന്റെ സുന്നത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ, എന്റെ വഴിയിൽ നിന്ന് മാറുകയാണെങ്കിൽ അവനാണ് സ്വർഗത്തിൽ കടക്കാത്തവൻ എന്ന് പറഞ്ഞപ്പോൾ ജീവിതം തുടങ്ങുകയാണ്. അന്തരനെ സത്യനിത്യ കർമ്മകർമ്മമാക്കിടുവാൻ തേടുകയാണ്. നമ്മുടെ അടുത്ത് കാണുന്ന ഹാസിം മുസ്ലിയാണെങ്കിൽ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. മാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും. നീലാദിന്റെ കുട്ടികളുടെ സമ്മേളനത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഈ പരിപാടിയിൽ ശാസ്ത്ര പറയാനാണ് ഞാൻ എണീറ്റ് നിന്നത്.
Mr. Akil, please come for inaugurate the child fountain. Assalamu alaikum, dear teachers, friends and audience. Please only listen to my words. Last year I had told all the members of this program not to call me. Assalamu alaikum. أريد أن أكتب خطبة صغيرة في هذه الجلسة. أسأل الله سبحانه وتعالى سيدنا محمد صلى الله عليه وسلم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഒരു ചെറിയ കാര്യം പറയാൻ നിങ്ങൾക്ക് മുന്നിൽ എഴുതുന്നത്. ലോകത്തിന്റെ വിമോചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിൽ അബ്ദുലാണ് മക്കയിൽ ജനിച്ചത്. അബ്ദുല്ല എന്നവർ നബിയുടെ പിതാവും ആമിനായ വേദിയിലിരിക്കുന്ന അധ്യക്ഷരെ, ഗുരുകളെ, തന്ത്രകാരികളെ, ನನ್ನ ಪ್ರೀತಿಯ ಸಹಪಾಠಿಗಳೇ, ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಇವತ್ತು ನಮಗೆ ಸಂತೋಷದ ದಿನವಾಗಿದೆ. ಕಾರಣ ನಮ್ಮ ಪ್ರವಾದಿ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತವರು ಜನಿಸಿದ ದಿನವಾಗಿದೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. इस महत्वपूर्ण दशा में पहले ही मैं दुआ करता हूँ हमारे विद्यार्थियों को अल्लाह ताला उत्तम विद्यार्थियों बनकर परिवर्तन करे. നമ്മുടെ നാട്ടിലെ അഴിമതി കാണുമ്പോൾ ഞാൻ ഓർത്തത് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നമ്മുടെ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ചങ്ങാതി ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം ഒരിക്കൽ അവരുടെ അടുത്ത് കുറെ യുദ്ധമുതലുകൾ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ഒരു അത്തറിന്റെ കുട്ടി ആരോ എടുത്ത് പൊട്ടിച്ചു. അവിടെ ആകെ സുഗന്ധം പരന്നു. ഉടനെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂക്ക് പൊത്തിപ്പിടിച്ചു പറഞ്ഞു, ഉടനെ ദുർഗന്ധം അതിന്റെ മൂടടക്കുമെന്ന്. കൂടി നിന്നവർ കൗതുകത്തോടെ ചോദിച്ചു, അത്തറിന് ദുർഗന്ധമോ? ഉടനെ ഖലീഫ പറഞ്ഞു, അതെ, കാരണം അത് പൊതുമുതലുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് അന്യായമായി പൊതുമുതൽ